അങ്ങനെ ഡിസംബർ 15 രാത്രി 10:45 നമ്മളിത് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുക. ഗോയിങ് ഫോർ പ്രിൻസ് ജോർജ്. നാളെ രാവിലെ ഒരു 8-9 മണിയാകുമ്പോൾ പ്രിൻസ് ജോർജ് എത്തണം. അപ്പോൾ ട്രെയിലർ അബസ്ഫോർഡിൽ യാർഡിൽ റെഡി ആയിരിക്കും. എനിക്കൊന്ന് 11-11:30 ആകുമ്പോഴത്തേക്ക് റെഡി ആവുമായിരിക്കും. നമുക്കെന്തായാലും ടീമിൽ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് നേരെ യാർഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വന്ന് വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു. ഓ മൈ ഗോഡ്, ലോട്ട് ഓഫ് സ്റ്റഫ്. പ്രീ ട്രിപ്പെല്ലാം കഴിഞ്ഞു. വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയേക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് കാർ കൊണ്ട് ട്രക്ക് അപ്പുറം കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരണം. അപ്പോൾ ഇതിന് വണ്ടിയൊക്കെ ഒന്ന് ചൂടാവട്ടെ. വണ്ടി ചുമ്മാ ഇരുന്ന് ചെളിയാവുന്നു. വണ്ടി ഒരിടത്തും എടുത്തില്ലേ, ചുമ്മാ ഇരുന്ന് ചെളിയാവും വണ്ടി. ഹെഡ്ലൈറ്റ് റീസ്റ്റോർ ചെയ്യില്ല കേട്ടോ. അതിൻ്റെ നമ്മൾ ലിക്വിഡ് ഓർഡർ ചെയ്തായിരുന്നു. തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേനും അതൊന്ന് റീസ്റ്റോർ ചെയ്യണം. അപ്പം നമുക്ക് ട്രാക്ടറിൻ്റെ പ്രീ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നമുക്കിനി ട്രെയിലർ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. ട്രെയിലർ പുറകിൽ കിടപ്പുണ്ട്, ഏറ്റവും ഫ്രണ്ടിൽ തന്നെ, യാർഡിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ. മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. വണ്ടിക്ക് എണ്ണ അടിക്കണം, എണ്ണ കുറവാണ്. എണ്ണ അടിക്കണം, ഡെഫ് അടിക്കണം. ഉണ്ട്. പോകുന്ന വഴിക്ക് ഇനി ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് സ്റ്റേഷനുണ്ട്. അവിടുന്ന് എണ്ണ അടിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മുടെ പ്രീ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ട്രെയിലറെല്ലാം ചെക്ക് ചെയ്തു. പക്ഷെ നമുക്ക് ലോഡിൻ്റെ പേപ്പറില്ല കേട്ടോ ട്രെയിലറിന്. സാധാരണ നമ്മൾ ലോഡ് പിക്ക് ചെയ്യാൻ നേരത്തെ ട്രെയിലറിൽ തന്നെ, നേരത്തെ ഡ്രൈവർ പിക്ക് ചെയ്ത് ആണെന്നുണ്ടെങ്കിൽ അവർ ട്രെയിലറിൽ തന്നെ പേപ്പർ ലീവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതിന് സാറിന് വെക്കേണ്ടതാണ്. ഇതിന് പേപ്പറില്ല. അപ്പോൾ ഡിസ്പാച്ചിനോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഫോണിൽ സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ ഈ ഉപയോഗിക്കുന്നത് ആമസോൺ റിലേ ആപ്പാണ്. നമ്മൾ ആമസോണിൻ്റെ ലോഡ് എടുക്കുമ്പം നമ്മൾ ഫോണിൽ നമ്മുടെ ലൈവായിട്ട് നമ്മുടെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ തന്നെ ഒരു ആപ്പുണ്ട്, ആമസോണിൻ്റെ തന്നെ ആപ്പുണ്ട്, റിലേ എന്ന് പറഞ്ഞ ആപ്പാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഇൻഫർമേഷനൊക്കെ കാണാം, നമ്മൾ കൊണ്ടുവന്ന റോഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയാലും ഡോക്യുമെൻറ്റ്സിനകത്ത് സാധനം ഇല്ല. എന്തായാലും ഇതില്ലാതെ പോയാലും ശരിയാവില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മിക്കവാറും ഞാനിപ്പോൾ ഉടനെ തന്നെ വണ്ടി എടുക്കും. കാരണം വെറുതെ അതെന്തായാലും കിട്ടും, പേപ്പർ എന്തായാലും കിട്ടുന്നതാണ്. രാത്രിയാകുമ്പോൾ സ്കെയിലും ഇല്ല. പക്ഷേ നിർബന്ധമാണ് പേപ്പർ. നമ്മൾ ഫിസിക്കലി നമ്മുടെ കയ്യിൽ പേപ്പർ, നമ്മൾ കൊണ്ടുവന്ന റോഡിൻ്റെ പേപ്പർ വേണമെന്ന് നിർബന്ധമുണ്ട്. ലച്ചി എന്താ നമുക്ക് നോക്കാം, ഡിസ്പാച്ചിന് ഉടനെ കിട്ടുമെന്ന്. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് അയച്ചു തന്നിട്ടുണ്ട്. BOL ബിൽ ഓഫ് ലേഡിങ് അയച്ചു തന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഇതിനകത്ത് സീൽ നമ്പർ കറക്റ്റാണോ നോക്കണം. ഇതിൽ സീല് ട്രെയിലർ 403 TDA. ഓക്കെ, സീൽ നമ്പർ 304192743866. നോക്കട്ടെ. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയാണ്. പ്രിൻസ് ജോർജ്. അങ്ങനെ നമ്മൾ ഫ്യൂലൊക്കെ അടിച്ചു, ഡീസൽ അടിച്ചു, ഡെഫ് അടിച്ചു, കോഫി എടുത്തില്ല. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 1-2 മോൺസ്റ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ തൽക്കാലം രാത്രി ഉറക്കം വരുവാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരെ കോഫി എടുക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കോഫി എടുത്തു കഴിഞ്ഞാൽ ചൂടോടെ കുടിച്ച് കയറിക്കണം. അതുകൊണ്ട് പിന്നെ ഒത്തിരി നേരത്തിന് വലിയ ഇതില്ല, നമുക്ക് പോകുന്ന വഴിക്ക് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു.
വെൻ ഫ്ലാഷിംഗ് ട്രക്സ് ആൻഡ് വെഹിക്കിൾ കോമ്പിനേഷൻ മസ്റ്റ് യൂസ് ടയർ ചെയിൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും ഒരു കയറ്റമാണ് കയറാൻ പോകുന്നത്. നിരപ്പായ റോഡുകളിൽ നമുക്ക് ടയർ ചെയിനുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം അധികം വരുന്നില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ വെയിറ്റൊക്കെ ഉള്ള വണ്ടികൾ, ഹെവി വണ്ടികൾ മല കയറി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചെയിൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഭയങ്കര മഞ്ഞും സ്ലിപ്പറി കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. അപ്പോൾ നമ്മളത് ഈ കാണുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റിന് അവിടെ ഒതുക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അവിടെ നമ്മൾ വണ്ടി ഒതുക്കി, ഇവിടെയാണെന്ന് തോന്നുന്നു, ഇവിടെ എവിടെയെങ്കിലൊക്കെ വണ്ടി ഒതുക്കി ചെയിൻ ഇട്ടിട്ടാണ് കയറി പോകുന്നത്. അതേപോലെ കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല വെടിക്കെട്ട് ഫോഗാന്ന് തോന്നുന്നു കേട്ടോ മുന്നോട്ടേക്ക്. ചെറിയ ഏരിയല്ലോ കേട്ടോ. അവിടെ കൊണ്ട് പരിപാടി തീർന്നു. ഇനി നമ്മളെ റോട്ടിൽ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടറിയാം. കഴിഞ്ഞ തവണ ഞാൻ ഈ വഴി പോയപ്പോഴായിരുന്നു മാന ഇടിച്ചിട്ടത്. ഇന്നിപ്പോൾ എന്താണോ സംഭവിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എനിവേ ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ഓ മൈ ഗോഡ്, പണി പാടിട്ടുണ്ട്. നേരത്തെ കട്ടറിൽ വെച്ചിരുന്ന ഓട്സ് എല്ലാം കൂടെ താഴെ ചാടി. അയ്യോ, അത് കംപ്ലീറ്റ് ഒരു മെസ്സായല്ലോ. അത് പണി പാളി. അടുത്ത പുള്ളൗട്ടിലൊന്ന് നിർത്തേണ്ടി. അതെ, പുള്ളൗട്ടോടെ ഉണ്ടല്ലോ.